നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും സംയുക്തമായി നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയാണ് സ്വപ്നക്കൂട്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് കൊട്ടാരക്കര മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ കേരള ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ചെയ്തു. വളരെ സൗകര്യപ്രദമായ ഇടത്തരം വരുമാനക്കാർക്ക് ആദ്യമായാണ് ഇന്ത്യ രാജ്യത്ത് ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു സഹായവും കിട്ടാത്ത സാഹചര്യമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലെ ഗവൺമെന്റാണ് ഭവന നിർമ്മാണ ബോർഡ് മുഖാന്തരം ലോൺ ലിങ്ക്ഡ് സബ്സിഡി എന്ന് പറയുന്ന ഈ പദ്ധതി കേരളത്തിൽ ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം 715 വീടുകൾ കൊടുത്തു. വേറെ പ്രത്യേകമായി ഒന്നും വേണ്ട. നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആ രേഖകളുടെ അതിന്റെ പകർപ്പ് ഹൗസിംഗ് ബോർഡിൽ കൊടുത്താൽ മതി. ബാങ്കിലേക്ക് നിങ്ങളുടെ ഒരു 12 ലക്ഷത്തിന് ഏതാണ്ട് 3 ലക്ഷമാണ് 4-5 വർഷത്തേക്ക് വായ്പ എടുത്താൽ നിങ്ങൾക്ക് പലിശയായി കൊടുക്കേണ്ടി വരുന്നത്. ആ പലിശ സൗജന്യമായി ഹൗസിംഗ് ബോർഡ് നൽകുന്ന പദ്ധതിയാണ്. അത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ പ്രതിസന്ധിക്കിടയിലും ചെയ്യാൻ വേണ്ടി ഭവന നിർമ്മാണ ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും വർക്കിംഗ് ഹോസ്റ്റലുകൾ ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ കേരളത്തിൽ ഹൗസിംഗ് ബോർഡ് ഈ പ്രതിസന്ധികളിൽ ചെയ്യുകയാണ്. ധനകാര്യ വകുപ്പിന്റെ പ്രതിസന്ധി എന്താണ്, ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധി എന്താണ് എന്ന്